നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തരംഗമായി മോദി. ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം. കേരളത്തിലേത് ഒത്തുതീർപ്പ് രാഷ്ട്രീയം. കോൺഗ്രസിന്റെ സ്വഭാവം അഴിമതിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റേത് അക്രമമെന്നും വിമർശനം. 5 വർഷം മാറി മാറി ഭരിക്കാൻ ഇരു മുന്നണികൾക്കുമിടയിൽ ധാരണയെന്നും മോദി. പശ്ചിമ ബംഗാളിൽ പരസ്പരം കൈകോർക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ പോരടിക്കുന്നു. സംസ്ഥാനത്തെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം വോട്ടർമാർ മനസ്സിലാക്കണം. ഇവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളെന്നും തിരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി. പ്രസംഗത്തിലെ കോലാഹലം. ഉമ്മൻചാണ്ടിയുടെ അരുവിക്കര മോഡൽ പ്രസംഗത്തിൽ വിശദീകരണവുമായി AK ആന്റണി. ചില മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മത്സരം UDFും BJPയും തമ്മിൽ, എന്നാൽ ഭരണത്തിന് വേണ്ടിയുള്ള മത്സരം LDFും UDFും തമ്മിലെന്നും ആന്റണിയുടെ തിരുത്ത്. പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ആന്റണിയുടെ വിമർശനം. നരേന്ദ്രമോദി കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നു. വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി ഇക്കാര്യം മനസ്സിലാക്കണം. BJP സമുദായ സൗഹാർദ്ദത്തിന് ആപത്തെന്നും ആന്റണി. ദുരൂഹത ഒഴിയാതെ. ജിഷ കൊലക്കേസിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക്. പ്രതിയുടെ പുതിയ രേഖാചിത്രം പോലീസ് തയ്യാറാക്കി. ഇതര സംസ്ഥാനക്കാരന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രം പോലീസ് പുറത്തുവിട്ടില്ല. കൊലയാളി എന്ന് സംശയിക്കുന്ന അന്യസംസ്ഥാനക്കാരനായി തിരച്ചിൽ ഊർജിതം. കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരാഗ്യമെന്ന് നിഗമനം. ജിഷയുടെ വീട് പൂട്ടി മുദ്രവച്ചു. അതിനിടെ ജിഷയുടെ സഹോദരി ദീപയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരാളെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. ജിഷയുടെ വീടിനടുത്ത് താമസിക്കുന്ന ഇയാൾ സംഭവത്തിനു ശേഷം ഒളിച്ചു കിടക്കുകയായിരുന്നു. പ്രതിയെന്ന് സംശയിക്കപ്പെടുന്നയാളും ഈ സുഹൃത്തും തമ്മിൽ ബന്ധമുണ്ടെന്നും സംശയം. ജിഷയുടെ കൊലയാളിയെന്ന് പോലീസ് സംശയിക്കുന്നവരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന വാദവുമായി സഹോദരി ദീപ. ജിഷ എന്റെ ചോരയാണ്. അനുജത്തിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് എനിക്കെന്തു കാര്യം? തനിക്ക് അന്യസംസ്ഥാനക്കാരായ സുഹൃത്തുക്കളില്ലെന്നും ഹിന്ദി അറിയില്ലെന്നും ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ തന്റെ കുടുംബം തകർക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നും ചിലരെ തനിക്ക് സംശയമുണ്ടെന്നും ദീപ. വീട് പണിക്കെത്തിയ മലയാളികളായ 2 തൊഴിലാളികൾ ജിഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തന്റെ സുഹൃത്തുക്കളിൽ ആരും ജിഷയെ പരിചയപ്പെട്ടിട്ടില്ലെന്നും ദീപ. വാക്കിൽ കുരുങ്ങി ബിജു. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരസ്യ പ്രസ്താവനയിൽ കുരുങ്ങി ബിജു രമേശ്. വാർത്താ സമ്മേളനത്തിൽ മന്ത്രി VS ശിവകുമാറിനെതിരെ പ്രസ്താവന നടത്തിയതിൽ ബിജു രമേശിനെതിരെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നടപടിക്ക് ശുപാർശ. കളക്ടറുടെ നടപടി ബിജു രമേശ് തന്നെ വ്യക്തിപരമായി അവഹേളിക്കുന്നതായി മന്ത്രി ശിവകുമാർ നൽകിയ പരാതിയിൽ. എന്നാൽ ശിവകുമാറിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പറയുക മാത്രമാണ് ചെയ്തതെന്നും ബിജു രമേശിന്റെ വിശദീകരണം. അതേസമയം ബിജുവിന്റെ വാദം തെറ്റെന്നും കഴിഞ്ഞ മാസം വന്ന മാധ്യമ വാർത്തകളിൽ ഒന്നും തന്നെ ശിവകുമാറിന്റെ പേര് പരാമർശിക്കുന്നില്ലെന്നും കളക്ടർ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.